മാം, ഇപ്പോൾ ഒരു കുട്ടീനെ ലോകത്തോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രോസസ്സാണ്. അതിൽ കുറേ ത്യാഗങ്ങളുണ്ടാവാം, കുറേ സന്തോഷമുള്ള മൂമെൻറ്റുകളുണ്ടാവാം, കുറേ സ്വപ്നങ്ങളുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഫ്രം ആ ഒരു കൺസീവ് ചെയ്യുന്ന മൊമെൻറ്റ് മുതൽ ആ കുട്ടീനെ ഡെലിവറി ചെയ്ത് വളർത്തുന്ന അത്രയും ഒരു ഏരിയകളിൽ ഒരു അമ്മ എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള രീതിക്ക് അവരെന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കാം അനുഭവിക്കുന്നുണ്ടാവുക? ഒരു കുട്ടി വേണം എന്നുള്ള ഡിസിഷനിലേക്ക് എത്തണത് തൊട്ട് വെൻ ഐ എം പ്ലാനിങ് എ ബേബി അവിടം തൊട്ട് ഒരു സ്ത്രീ കുറേ ഡിലമേഴ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവായിരിക്കും. വെൻ ഷീ നോസ് ദാറ്റ് എവ്രിബഡി ഹൂസ് എ മദർ ഗോസ് ത്രൂ എ ലോട്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ പല പെൺകുട്ടികൾ ഇതിൽ നിന്ന് പുറകോട്ട് പോവാറുണ്ട്. ഇറ്റ് ഈസ് കോംപ്രമൈസ് വിത്ത് ദെയർ കരിയർ, വിത്ത് ദെയർ എഡ്യൂക്കേഷൻ, അതല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഫ്രീഡം. നമ്മളൊരു സിംഗിൾ ബോഡി ആയിട്ട് ജീവിക്കുന്നതിൻ്റെ ഒരു സുഖം കുറേ നാളത്തേക്ക് നമ്മൾ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യണത്. കുട്ടി ഉള്ളിലുള്ള സമയത്തും കുട്ടി പുറത്തുള്ള സമയത്തും ആ കുട്ടി ചിലപ്പോൾ നടന്നു തുടങ്ങുന്ന സമയം വരെ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അവർ ബോഡി. അപ്പോൾ ഡെലിവറിയിൽ അതങ്ങോട്ട് പുറത്തേക്ക് വരുന്നു എന്നുള്ളതല്ലാണ്ട് ഇറ്റ് ഈസ് എ ലോങ് പ്രോസസ്സ്. ഒരു സ്ത്രീനെ ഇപ്പം ചിലപ്പോൾ സ്ത്രീകൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിൽ കടന്നു പോകുന്ന സ്ത്രീകൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, മാം എനിക്ക് എൻ്റെ ബോഡി തന്നെ എൻ്റെ ബോഡി അല്ല എന്ന് തോന്നുകയാണ്. ഇത് ഞാൻ സംസാരിക്കുന്നത് 1 വയസ്സായ കുട്ടിയുടെ അമ്മയുടെ കാര്യമാണ്. വെറുതെ ഫീൽ എപ്പോഴും ഒരു സാധനം ക്ലിങ്ങിങ് ഓൺ ചെയ്യും. ഒന്ന് കൈവീശി നടക്കാൻ പോലും പറ്റണില്ല. ഒരു അടുക്കളയിൽ ചെന്നാൽ ഒരു ദോശ നമുക്ക് സ്വന്തമായിട്ട് ചൂടാൻ പറ്റണില്ല. എപ്പോഴും ഒരു സാധനം ഇങ്ങനെ മേത്ത് ഇങ്ങനെ ഇരിക്കണ പോലെ. സോ ജസ്റ്റ് ഇമാജിൻ അത് എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കാം എന്ന്. അപ്പോൾ ഈ കൺസെപ്ഷൻ സമയത്ത് ആൻഡ് ഹാവിങ് ഒരു 3 ട്രൈമസ്റ്ററിലൂടെ പ്രഗ്നൻസി 3 ട്രൈമസ്റ്ററും 3 രീതിയിലാണ് ഉള്ളത്. അതുപോലെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഉറക്കമില്ലാത്ത രാത്രികൾ, ആങ്സൈറ്റി പീക്കിലാണ്. അത് നേച്ചർ നമുക്ക് തരുന്നതാണ് ആ ആങ്സൈറ്റി, ബിക്കോസ് വി ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് ബേബി. അപ്പോൾ ആ ഒരു ഇൻഫൻറ്റ് ശ്വാസം വലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ കുറേ മീംസൊക്കെ ഞാൻ കാണുന്നുണ്ട്. വെദർ ദ ബേബി ഈസ് ആക്ച്വലി ബ്രീതിങ്, ചത്തുപോയോ എന്നൊക്കെയുള്ള പേടികൾ ഇസ് നോർമൽ വിത്ത് എ ന്യൂ മദർ. അപ്പോൾ ഈ ഒരു ആങ്സൈറ്റി പീക്കിലിരിക്കണത്, ഉറക്കമില്ലായ്മ, ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റാണ്ടിരിക്കൽ, നിപ്പിൾസ് സോറായിട്ടിരിക്കൽ, ഓൾ ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് ഈ വജൈനൽ മുറിവുകൾ. അത് ഏനസിനെ ബാധിക്കണ ഫിഷേഴ്സ് ഉണ്ടാവുന്ന അവസ്ഥകൾ പെയിൻഫുൾ, എക്സ്ട്രീംലി പെയിൻഫുൾ. ചില സ്ത്രീകൾ പറയാം ഡെലിവറി പെയിനേക്കാളും ഭീകരമായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള പെയിൻ. സ്റ്റിച്ച് കരിയണതിൻ്റെ വേദന, ഓൾ ദിസ് ഇസ് എക്സ്ട്രീംലി ബാഡ് ഫിസിക്കൽ പെയിൻസ്, ഭയങ്കര. എന്നിട്ടും ഇതൊക്കെ കഴിഞ്ഞ് ദാറ്റ് ഈസ് വൈ വി ഗ്ലോറിഫൈ എ മദർ. യെസ്, കാരണം ഇത്രയും പെയിൻസിലൂടെ പോണതും എന്നിട്ട് ഈ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ടാണ് ഈ പെയിൻ സഫർ ചെയ്യണത്. ആൻഡ് വി ആർ ലവിങ് ദാറ്റ് പേഴ്സൺ സോ മച്ച്. എത്രയോ ഡീപ്പായിട്ടാണ് അമ്മയും കുഞ്ഞിൻ്റെയും കണക്ട്. ആൻഡ് മേ ബി ഓൾ ദിസ് ഇസ് വാട്ട് എ വുമൻ ഗോസ് ത്രൂ. ഇൻ ഷോർട്ട്, ഐ തിങ്ക് there are women who go through much more than this. For some it is very easy.